सूरत है, कोई तुझसा नहीं खूबसूरत है। इस दिल को तो बस तेरी हसरत है। लगता है मुझे मैं जिंदा हूँ, कुछ पल जो तेरे साथ बैठा हूँ। लगता है मुझे मैं जिंदा हूँ। अभी भी मुझ में सांस बाकी है, अभी भी मुझ में सांस बाकी है। तेरे साये में मैं खुश रहता हूँ। लगता है मुझे मैं जिंदा हूँ। तेरे साये में मैं खुश रहता हूँ। लगता है मुझे मैं जिंदा हूँ। तेरे साये में मैं खुश रहता हूँ। लगता है मुझे मैं जिंदा हूँ। हालेलुया, हालेलुया, हालेलुया। धन्यवाद। मसीह तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए ज़मीन। यीशु मसीह तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए जमीन। हम गाए होज़ाना, तू राजाओं का है राजा, तेरी महिमा होवे सदा। तू है प्रभु हमारा खुदा। हम गाए होज़ाना, तू राजा का है राजा, तेरी महिमा होवे सदा। तू है प्रभु हमारा खुदा। प्यारे पिता, तूने हमसे कितना प्यार किया, मेरे पापों से छुड़ाने को अपने बेटे को कुर्बान किया। प्यारे पिता, तूने हमसे कितना प्यार किया, मेरे पापों से छुड़ाने को अपने बेटे को कुर्बान किया। हम गाए होज़ाना, तू राजा का है राजा, तेरी महिमा होवे सदा। तू है प्रभु हमारा खुदा।
സർവശക്തനും നിത്യനുമായ സർവേശ്വര കർത്താവെ, അടിയങ്ങൾ കർത്താവെ പകൽക്കാലം തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു കർത്താവെ. അവിടുത്തെ തിരുവചനം ധ്യാനിക്കുവാനും കർത്താവെ അതിൽ നിന്ന് പ്രാപിക്കുവാനും തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. ദൈവമേ, അവിടെ നിന്ന് നമുക്ക് പകൽക്കാലം നൽകിയ നല്ലൊരു ആരാധന കർത്താവെ, നിന്നെ പാട്ടുകൾ പാടി വാഴ്ത്തി സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ മഹാസ്നേഹത്തിനും കരുണയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ചടിയും പ്രാർത്ഥിക്കുന്നു. കൃപ പകരണം, ദൈവകരം കൂടിയിരിക്കണം, അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ എഫേസ്യ ലേഖനമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ദൈവത്തിൻ്റെ മഹാകരുണയാൽ പാപത്താൽ മരിച്ചവരായിരുന്ന നാം ഓരോരുത്തരും ദൈവകൃപയാൽ ക്രിസ്തുവേശുവിനുള്ള വീണ്ടെടുപ്പ് മുഖാന്തരം നാം ജീവൻ പ്രാപിച്ചു എന്ന് നാം കണ്ടു. और देखिए, हम लोग जो पाप में मरे हुए थे और यीशु मसीह के उस मरने के कारण, जी उठने के कारण हम लोग सब उसमें से स्वतंत्रता को पाए करके हमने पिछले दिनों में ध्यान किया. ആമേൻ. നമ്മുടെ ആത്മാവ് മരിച്ച അവസ്ഥയിലായിരുന്നു. അപ്പോൾ ക്രിസ്തുയേശുവിനുള്ള കൃപയാൽ നമ്മുടെ ആത്മാവ് ജീവൻ പ്രാപിച്ച് ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിച്ചു. और देखिए, मसीह के साथ हम साथ में उठाए गए हैं और वो उसकी महिमा में हम सब इकट्ठे हुए हैं और इस प्रकार से हमने वचनों को ध्यान किया है. ആമേൻ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. आज के ध्यान के लिए एफेसी की किताब 2 अध्याय 4था वाक्य को हम पढ़ेंगे. परंतु परमेश्वर ने जो दया का धनी है, अपने उस बड़े प्रेम के कारण जिससे उसने हमसे प्रेम किया. ആമേൻ. കണ്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു. और हमने जो पढ़ा है, परंतु परमेश्वर ने जो दया का धनी है, उसने बड़े प्रेम के कारण जिससे उसने हमसे प्रेम किया है, जब हम अपराधों के कारण मरे हुए थे तो हमें मसीह के साथ जिलाया, अनुग्रह से तुम्हारा उद्धार हुआ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നാം അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. देखिए, हम परमेश्वर का जो प्रेम है ये अनुभव करके प्राप्त करने वाली चीज. ഞാൻ ഇവിടെ നിന്ന് എത്രമാത്രം അതിനെക്കുറിച്ച് വർണ്ണിച്ചാലും എത്ര വലിയ ക്ലാസ്സുകൾ ഞാൻ നൽകിയാലും ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം ആഴമായിട്ട് അറിയണമെങ്കിൽ നാം അത് അനുഭവിച്ചറിയണം. देखिए, हमसे परमेश्वर कितना प्यार करता है, हमारे लिए उसने क्या क्या किया है करके हम अगर जानना चाहते हैं तो हमें उस परमेश्वरीय प्रेम को अनुभव करना पड़ेगा, तभी हम समझ पाएंगे. മനുഷ്യനത് വർണ്ണിപ്പാൻ അസാധ്യമാണ്. क्योंकि मनुष्य के लिए उस बात को वर्णन करना असंभव है. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്കായി ദൈവം നൽകിയിരിക്കുന്നത്. इसी कारण से परमेश्वर की पवित्र आत्मा को हमें दिया गया है. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമുക്കായി വെളിപ്പെടുത്തി തരും. और देखिए, मसीह के प्रेम को, परमेश्वर के प्रेम को मसीह के में हमें प्रकट करके देता है. അതുകൊണ്ടാണ് അല്ലേ, നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. रोमियो की किताब 5 अध्याय 5 वाक्य को हम जरा पढ़ेंगे. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഇത് ധ്യാനിച്ചതാണ്, പക്ഷെ നമ്മളത് ഇത് ഹൃദയത്തിൽ ധ്യാനിച്ചു കൊള്ളണം കേട്ടോ. हम पिछले हफ्ते इस वाक्य को पढ़ा है, लेकिन आप लोग फिर से इस वाक्य को पढ़ते समय थोड़ा ध्यान के साथ पढ़ेंगे. पढ़िए. और आशा से लज्जा नहीं होती, क्योंकि पवित्र आत्मा जो हमें दिया गया है उसके द्वारा परमेश्वर का प्रेम हमारे मन में डाला गया है. കണ്ടോ, ഇവിടെ പറഞ്ഞു നോക്കിക്കേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ്.
यहाँ पे इस प्रकार लिखा है कि आश्चर्य से लज्जा नहीं होती, क्योंकि पवित्र आत्मा जो हमें दिया गया है वो उसके द्वारा परमेश्वर का प्रेम हमारे मन में डाला गया है। ആ അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മളായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമുക്ക് ഏറെ കുറെ മനസ്സിലാക്കുവാൻ പറ്റും, അല്പസ്വല്പമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. देखिए, हम अपना बुद्धि का इस्तेमाल करके हम थोड़ा बहुत परमेश्वर के उस प्रेम को हम समझ सकते हैं, थोड़ा सा। പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വെളിപ്പെടുത്തി തരുമ്പോഴുണ്ടല്ലോ, നമ്മൾ ആ സ്നേഹത്തെ മനസ്സിലാക്കുക മാത്രമല്ല, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തന്നെ സറണ്ടർ ചെയ്യും. देखिए, लेकिन पवित्र आत्मा की सहायता के द्वारा जब हम परमेश्वर के प्रेम को हम समझते हैं, तो वो परमेश्वर के प्रेम को हम अनुभव साथ ही करेंगे, लेकिन उस प्रेम के सामने हम अपने आप को समर्पण कर देंगे। മനസ്സിലായോ? അതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത. അതാണ്. और यही है परमेश्वर के प्रेम का प्रत्येकता। ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ ദൈവത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ പ്രേരിപ്പിക്കും. और देखिए, ये जो पवित्र आत्मा है हमें ही परमेश्वर के प्रेम को परमेश्वर के सामने प्रगटीकरण करने के लिए हमें सहायता करता है। ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? प्रभु के दास जो बोल रहे हैं आप लोगों को समझ में आ रहा है ना? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കറിയാം നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടിരിക്കുന്നു. കർത്താവേ, അത് നിന്റെ ആത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളത്തിൽ അതൊരു വെളിപ്പെട്ട് കിട്ടണം, അതൊന്ന് ബോധ്യമാക്കി തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. हम लोग प्रार्थना करना है कि प्रभु ये आत्मा के द्वारा जो हमसे हमारे बीच में जो आपने हमारे लिए प्रेम किया है, उस पवित्र आत्मा की सहायता के द्वारा हमारे मनों के अंदर, दिलों के अंदर उस बात को प्रगटी करना, ताकि हम उस प्रेम के अनुभव से होकर जाने पाए। എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം ഇനിയും ധാരാളമായിട്ട് അറിയണമെന്ന്? और आप लोग में से कितने लोगों को इच्छा है कि मुझे परमेश्वर के प्रेम को और गहराई से और अच्छे से अनुभव करना है? कितने लोग चाहते हैं? നമ്മളത് പ്രാർത്ഥിച്ചോണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിച്ചോണം. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുക. देखो, परमेश्वर के प्रेम को अनुभव करना यही सबसे बड़ी इच्छा होनी चाहिए। ആമേൻ. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. इसलिए परमेश्वर की आत्मा हमें दिया गया है। ആമേൻ. നമുക്ക് ഇതിനോടനുബന്ധിച്ച് 2-3 വാക്യങ്ങളുടെ വായിക്കാം. കൊറിന്ത്യ ലേഖനം 1 കൊറിന്ത്യൻസ് 2-ാം അധ്യായം, നമ്മളത് നേരത്തെ 11-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. पहला कुरिन्थियों 2 अध्याय उसका 11 वाक्य को हम पढ़ेंगे। 11-12. क्योंकि हे मेरे भाइयों, खलोए के घराने के लोगों ने मुझे तुम्हारे विषय में बताया है कि तुम में झगड़े हो रहे हैं। मेरे कहने का अर्थ यह है कि तुम में से कोई तो अपने आप को पौलुस का और कोई अपुल्लोस का। पहला कुरिन्थियों 2 अध्याय उसका 11 और 12। मनुष्य में कौन किसे मनुष्य की बातें जानता है? केवल मनुष्य की आत्मा जो उसमें है, वैसे ही परमेश्वर की बातें भी कोई नहीं जानता, केवल परमेश्वर का आत्मा। परंतु हमने संसार की आत्मा नहीं, परंतु आत्मा परमेश्वर का परंतु आत्मा पाया है जो परमेश्वर की ओर से है, कि हम उन बातों को जाने जो परमेश्वर ने हमें दी है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണേ. എനിക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാം. എൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ആത്മാവിനാൽ എനിക്ക് ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും എൻ്റെ ചിന്തകൾ എന്താണ്, എൻ്റെ വിചാരങ്ങൾ എന്താണ്, എന്നെക്കുറിച്ച് എനിക്ക് സകലതും അറിയാം. देखिए, आप लोग ध्यान से सब लोग सुनिएगा। पवित्र हम मनुष्य हैं, हमारे अंदर भी एक आत्मा है। इस आत्मा के द्वारा जो मुझे मेरे अंदर है, मेरे विचार हो, मेरी सोच हो, मेरी बातें हो, मतलब उस आत्मा में मैं अपने अंदर का सब कुछ जानता हूं। ആമേൻ. പക്ഷെ ദൈവത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ
ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും അറിയണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിനാലേ പറ്റത്തുള്ളൂ. लेकिन आपको परमेश्वर के बारे में, मसीह के बारे में, मसीह को अनुभव करने के विषय की बात हो तो आप लोगों को पवित्र आत्मा की सहायता चाहिए. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. इसलिए लिखा है कि परंतु वो आत्मा पाया जो परमेश्वर की ओर से, हमें उन बातों को जाने जो परमेश्वर ने हमें दी है. ആമേൻ. അപ്പൊ ദൈവത്തിൽ നിന്ന് നാം എന്താണ് പ്രാപിച്ചതെന്ന് അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിലാലാണ് നമുക്ക് സാധിക്കുന്നത്. और देखिए परमेश्वर से हमने क्या प्राप्त किया है, ये बात को जानना है तो पवित्र आत्मा की सहायता से ही ये बातें हो सकती है. ഇനി ഞാൻ അതൊന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി തരാം. 2:9 ഒന്ന് വായിച്ചാട്ടെ. 2:9 हम पढ़ेंगे पहले कुरिन्थियों 2 अध्याय उसका 9 वाक्य को भी हम पढ़ लेंगे, उसी का 9. परंतु जैसा लिखा है, जो बातें आँख ने नहीं देखी और कान ने नहीं सुनी और जो बातें मनुष्य के चित्त में नहीं चढ़ी, वे ही है जो परमेश्वर ने अपने प्रेम रखने वालों के लिए तैयार की है. കണ്ടോ, ഇവിടെ ഇത് 1 Corinthians 2:9 അല്ലേ വായിച്ചത്? അതെ അതെ അതെ, ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാവോ? ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെയും കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് ഇവിടെ പറയുന്നു. और यहाँ पे हम वचन में अंदर पढ़ते हैं, जैसे जो बातें आंखों ने नहीं देखी, कान ने नहीं सुनी और जो बातें मनुष्य के चित्त में नहीं चढ़ी करके हम पढ़ते हैं. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യനും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലുമൊക്കെ ഉപരിയായിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. देखो मनुष्य के विचार के ऊपर, मनुष्य की सोच के ऊपर जो परमेश्वर ने रख के रखा है वही हमें मिला गया. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെക്കുറിച്ച് ഞാൻ എത്ര പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്കത് നമുക്ക് മനസ്സിലാകത്തില്ല. അത് പരിശുദ്ധാത്മാവിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. मैं आप लोगों को कितना भी बोलूं कि परमेश्वर यह है, आप नहीं समझ सकते, लेकिन आपको समझना है तो पवित्र आत्मा की आवश्यकता है. ആമേൻ. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോണം കേട്ടോ. കർത്താവേ, നിന്റെ സ്നേഹത്തെ, ആ ദൈവത്തിന്റെ സ്നേഹത്തെ ആത്മാവിനാൽ എൻ്റെ ഉള്ളത്തില് എനിക്ക് വെളിപ്പെടുത്തി തരുമാറാകണമേ. आप लोगों को प्रार्थना करना है, परमेश्वर मुझे आपको समझने के लिए पवित्र आत्मा मुझे दीजिए बोल के आप लोग प्रतिदिन आप प्रार्थना करना है. അവിടുത്തെ സ്നേഹത്തെ, ദൈവ സ്നേഹത്തെ അറിയുവാൻ, और परमेश्वर के प्रेम को समझने के लिए. ആമേൻ. അത് നമ്മുടെ ജീവിതം ഉണ്ടല്ലേ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. और लेकिन देखिए, आप जब इस बात से इस प्रकार आप लोग प्रार्थना करते हैं, आपका जीवन को पूरी रीति से प्रभु बदल देगा. അതാണ് നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരൊക്കെ പറഞ്ഞു കേൾക്കാമല്ലോ, ക്രൂശിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. और इसलिए हम लोग सुनते हैं ना, क्रूस का प्रेम के विषय को हम सब कई बार सुने हैं. ആമേൻ. അതുകൊണ്ട് ഇനി നമുക്ക് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 2 Corinthians, അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും വായിച്ചു, 2:14. दूसरा 5:5 दूसरा कुरिन्थियों 5 अध्याय उसका 14 वाक्य को हम पढ़ते हैं. दूसरा कुरिन्थियों 5 अध्याय उसका 14 वाक्य. क्योंकि मसीह का प्रेम हमें विवश कर देता है, इसीलिए कि हम यह समझते हैं कि जब एक सबके लिए मरा तो सब मर गए. കണ്ടോ, നോക്കിക്കേ, അപ്പസ്തോലൻ പറയുവാണ്, അപ്പസ്തോലന്റെ ഹൃദയത്തില് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടു. देखो यहाँ पे प्रेरित बोल रहा है कि परमेश्वर का प्रेम उनके सामने प्रकट हुआ. അത് ആ സ്നേഹം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പസ്തോലൻ പറയുവാണ്, ഇനി ഹല്ലേലൂയ, എന്താണ്, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുവാണ്, ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് ഇനി ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. और देखिए, इसलिए यह समझते हैं कि जब वो सबके लिए मरा तो है ना, और सब तो मरा तो सब मर गए, लेकिन सबके लिए वो जीवित हुआ, हम सब जीवित हो गए. അപ്പൊ അപ്പസ്തോലൻ പറയണ എല്ലാവരും അത് ഹൃദയത്തിൽ നിർണയിച്ചു കൊള്ളണം. നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു, ഇനി നമ്മൾ നമുക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്, ഇനി നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം.
देखिए, इसलिए पौलुस कह रहा है यहाँ पर कि हमारे लिए मसीह मरा, वहां अच्छी बात है, लेकिन हमारे लिए मरा, लेकिन अब हम लोग क्या करना है, हमें मसीह के लिए जीना है। മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? आप लोगों को समझ में आ रहा है क्या बोल रहे हैं? ആമേൻ, പ്രൈസ് ദ ലോർഡ്. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. और यही है परमेश्वर का प्रेम। ആമേൻ. ഇനി നമുക്ക് 2-3 ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ഈ കൃപയും കരുണയും തമ്മിൽ നാം ഒന്ന് അറിഞ്ഞിരിക്കണം, അതൊന്ന് മനസ്സിലാക്കാനാണ്. कृपा और करुणा क्या है, इसके बीच में क्या विशेषता है करके आप लोगों को समझाने के लिए हम 2-3 वाक्य को और देखेंगे। നമുക്ക് ധൂർത്തപുത്രന്റെ ഉപമയെക്കുറിച്ച് അറിയാമല്ലോ. और हम सब जानते हैं उड़ाव पुत्र के विषय में, അല്ലേ? ധൂർത്തപുത്രൻ മാനസാന്തരപ്പെട്ട് ഭവനത്തിലേക്ക് കടന്നു വന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ ആ കഥ. आप लोग सबको जानते हैं ना उड़ाव पुत्र की कहानी, जो अपना मन को फिराकर घर की ओर लौट आता है। അറിയാം. അപ്പോ ആ ധൂർത്തപുത്രൻ ഭവനത്തിലേക്ക് കടന്നു വന്നു. और ये उड़ाव पुत्र घर में वापस आया। അപ്പം ഇങ്ങനെ ചിന്തിക്കുക, പിതാവിന് മകൻ കടന്നു വന്നപ്പോൾ പിതാവിന് ഭയങ്കര സന്തോഷം തോന്നി. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. എന്നിട്ട് പറയുകയാണ്, ഓ, നീ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. और जब ये उड़ाव पुत्र वापस घर की ओर लौटता आता है, पिता देखता है, पिता उसको दौड़कर जाकर गला लगाता है, चूमता है और कहता है कि मैंने तेरे पूरे जितने तूने गलती किया सब गलतियों को मैं माफ करता हूँ। ഞാൻ നീ ചെയ്ത എല്ലാ തെറ്റുകളും, എന്നോട് ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. നീ എന്നെ കാണാൻ വന്നല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്ന് പറഞ്ഞേച്ച് അപ്പൻ തിരിച്ച് തനിയെ വീട്ടിലേക്ക് പോയാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ओके, और आप सोचिए, अगर ये आया, चूमा और गले लगा और कहता है कि मैं पूरा तूने जो मेरे विरुद्ध में किया है, मेरे से तूने जो भी गलती किया, मैं तुझे सब क्षमा करता हूं, गले लगाकर, और पिता अकेले घर वापस चले जाए तो उसको कैसा लगेगा? आप लोग समझे कि नहीं समझे? बुरा लगे, समझ ओके, मैं फिर से आप लोगों को कह रहा हूँ, जो उड़ाव पुत्र आता है अपने पिता से मिलता है, पिता उसको चूमता है, गले लगाता है, सब कुछ करता है, लेकिन इसके बाद अगर पिता गले लगाने के बाद, उसने माफ करने के बाद, अगर पिता अकेले ही अपने घर में लौट जाता है तो उसको कैसा लगेगा? अच्छा नहीं लगेगा। अच्छा नहीं लगेगा അല്ലേ? അതൊരു പൂർണ്ണതയില്ലാത്ത സ്നേഹമാകും അല്ലേ? वो पूर्णता नहीं है, ऐसा एक प्रेम हो जाएगा। അപ്പോ പിതാവ് ക്ഷമിച്ചോ മകനോട്? പിതാവ് ക്ഷമിച്ചു അല്ലേ? പക്ഷേ പിതാവിന്റെ ഭവനത്തിലേക്ക് പോയി മകൻ ഇങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുകയാണ്. देखिए, पिता ने माफ किया, लेकिन पिता भार के साथ, चिंता के साथ, जो बच्चा है, लड़का है, वो खड़ा है, वो बहुत दुखित खड़ा है। എന്നാൽ ഈ പിതാവ് അങ്ങനെ അല്ല ചെയ്തത് അല്ലേ? लेकिन ये पिता ने वैसा नहीं किया है ना। പിതാവ് പാപങ്ങൾ ക്ഷമിച്ചു, അവന്റെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് കൃപയാൽ അവനെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവന് നഷ്ടപ്പെട്ടു പോയതെല്ലാം ഒരിക്കൽ കൂടി തിരികെ കൊടുത്തു. और देखिए, उसने पिता ने क्या किया, उसको केवल गले लगाया नहीं, लेकिन उसको भवन में लाया और उसका जितना भी नष्ट हुआ सब कुछ उसको वापस दिलाया। അല്ലേ? ആ ക്ഷമിക്കുക എന്നുള്ളത് അപ്പൻ കരുണ കാണിച്ചു, ശിക്ഷിക്കാതെ മകനെ വെറുതെ വിട്ടു, ക്ഷമിച്ചു വിട്ടു. അതാണ് കരുണ എന്ന് പറയുന്നത്. जो करुणा है उड़ाव पुत्र के, जो उसने पिता ने क्या किया, उसको क्षमा किया, उसको कोई दंड नहीं दिया और उसको क्षमा किया, वो है करुणा किया जो हम बोलते हैं। ഈ കൃപ എന്ന് പറയുന്നത് എന്താണ്? അവനെ വീണ്ടും ഭവനത്തിൽ സ്വീകരിച്ച്, പുത്രനായി സ്വീകരിച്ച്, പുത്രന്റെ സകല അവകാശങ്ങളും അവന് വീണ്ടും കൊടുത്തു.
और ये जो कृपा क्या है, उस पिता ने अपने घर में उस बेटे को बुलाया और उसका जितना भी खोया हुआ अधिकार है सब कुछ उसको लौटाया। वो है कृपा। ആ അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ് നാം കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. इसलिए पौलुस यहाँ पे कहता है कि हम लोग कृपा के कारण हमारा उद्धार हुआ है। അല്ലേ? അപ്പം ധൂർത്തപുത്രൻ അനുതാപത്തോടെ ചെന്നു എന്ന് പറഞ്ഞ് അപ്പൻ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. देखिए वो पिता से गलती किया, पिता के पास आया, पिता के लिए जरूरी नहीं है कि पिता उस व्यक्ति को, उस सुड़ाव पुत्र को स्वीकार करे। ആമേൻ. അവനോട് ക്ഷമിക്കുക മാത്രമല്ല, അവനോട് മഹാകൃപയും ദൈവം കാണിച്ചു. और देखिए उसने केवल माफ नहीं किया लेकिन साथ ही साथ उसके ऊपर कृपा भी किया। അല്ലേ? അങ്ങനെ ആ കൃപ പ്രാപിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മനോഭാവം എങ്ങനെയായിരിക്കും? अब वो व्यक्ति को जब माफ कर दिए तो उस व्यक्ति का जो मन का भाव है वो किस प्रकार होगा? किस प्रकार? ആനന്ദിत ആ ആനന്ദമുണ്ടാകും. അതുപോലെ തന്നെ എങ്ങനെയാണ് അവൻ വളരെ ലോയൽ ആയിരിക്കും. എന്ന് വെച്ചാൽ അവനോട് കാണിച്ച ആ കൃപയിലും കരുണയിലും അവൻ എങ്ങനെയായിരിക്കും? അവൻ ആ ദൈവത്തോട് അത്രമാത്രം ലോയലായിരിക്കും. അവൻ റെസ്പോൺസിബിൾ ആയിരിക്കും, ഓണർ ചെയ്യും, അനുസരണമുള്ളവനായിരിക്കും. के कारण जब उसको पूरा अधिकार मिल जाता है तो वो अपने पिता के प्रति, अपने घर के प्रति वो क्या दिखाएगा? पूरी नम्रता दिखाएगा, पूरा आदर करेगा, पूरा लॉयल रहेगा और पूरा जिम्मेदार एक 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 पुत्र के समान वो रहना प्रारंभ करेगा। ആമേ. അതാണ് കൃപയും കരുണയാലും നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നത്. और यही एक कृपा और करुणा के साथ हम परमेश्वर की उपस्थिति में आए हैं। നമുക്ക് റൂത്തിന്റെ പുസ്തകം 2:12 ഒന്ന് വായിക്കാം. रूत की किताब 2 अध्याय उसका 12 वाक्य को पढ़ेंगे। रूत 2। यहोवा तेरे कार्य का फल दे और इस्राएल का परमेश्वर यहोवा जिसके पंखों तले तू शरण लेने आई है तुझे पूरा बदला दे. ആമേൻ. ഇവിടെ റൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവൾ വിശ്വാസത്താൽ ഒരു യാത്ര ആരംഭിച്ചതാണ്. और रूत का विषय को लेकर हम समझते हैं कि वो एक विश्वास का यात्रा को प्रारंभ किया है। ആമേൻ. അവള് ഇസ്രയേലിന്റെ ദൈവത്തെ അറിഞ്ഞ് ആ ദൈവത്തിൽ ആശ്രയം തേടി വന്നവളാണ്. देखिए वो परमेश्वर पर, प्रभु परमेश्वर पर आश्रय करके यात्रा करके निकला हुआ एक स्त्री है रूत। അവള് ഒരു ഇസ്രയേൽ സന്തതി അല്ലാതിരുന്നിട്ട് കൂടിയും ദൈവം അവളോട് കരുണ കാണിച്ചു. और देखिए ये रूत जो इज़राइल के वंश की नहीं थी तो भी परमेश्वर ने इस रूत के ऊपर करुणा को दिखाया। അല്ലെ? കരുണ കാണിക്കുക മാത്രമല്ല, ബോവസിന് വേണ്ടി അവളെ വീണ്ടെടുക്കുകയും ചെയ്തു. और केवल बोवेस को नहीं लेकिन बोवेस के लिए उसको छुटकारा दिलाया। അല്ലേ? ഇതുകൊണ്ടാണ് ഹല്ലേലൂയ അവള് എന്താണ് ബോവസിനോട് അത്രമാത്രം ആ വിധേയത്വം, ആ ലോയൽറ്റി അവൾ അവിടെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. और रूत ने उसके कारण रूत ने क्या किया? पूरा जो लॉयल्टी है उसने अपने अपने जो बोवस के घर में भी दिखाया रूत ने। ആമേൻ. ഹല്ലേലൂയ. ഇനി നമുക്ക് എഫെസ്യ ലേഖനത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി കടന്നു വരാം. അതിന്റെ 5-ാം വാക്യം 5ഉം 6ഉം ഒന്നുകൂടെ വായിക്കാം. और वापस हम इफिसियों की किताब में आते हैं, उसका 5 और 6 को भी हम पढ़ लेंगे। 2 अध्याय उसका 5 और 6 को। जब हम अपराधों के कारण तो हमें मसीह के साथ अनुग्रह ही से तुम्हारा उद्धार हुआ है और मसीह यीशु में उसके साथ उठाया और स्वर्गीय स्थानों में उसके साथ बैठाया. കണ്ട, സ്വർഗീയ ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയർപ്പിച്ചു എന്നാണ്. ക്രിസ്തുവിനോടുകൂടെ, ഹല്ലേലൂയ സ്തോത്രം, നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും പിന്നെ കൃപയാലത്രേ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ക്രിസ്തുവിൽ
നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ഇവിടെ और രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മുഖ്യമായിട്ടും പറയുന്നത്. यहाँ पर मुख्य रीति से दो बातों को लिखा गया है. ആമേ, ഒന്ന് നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. पहला, हमें मसीह के साथ जिलाया. ആമേ, നമുക്ക് എങ്ങനെയാണ് നാം ക്രിസ്തുവിനോടുകൂടി ജീവിക്കപ്പെട്ടത്? എങ്ങനെയാണ്? हम कैसे मसीह के साथ जी उठे हैं? നമുക്കത് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. मैं आप लोगों को जस्ट बताते हुए हम आगे बढ़ेंगे. നമുക്കറിയാമല്ലോ, നമ്മൾ പാപങ്ങളിൽ മരിച്ചവരായിരുന്നു. हम लोग पाप में मरे हुए लोग थे. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവേശുവിന്റെ സുവിശേഷത്തെ നമ്മൾ കേട്ടു. और हम मसीह में सुसमाचार को सुना है. അല്ലെ, ക്രിസ്തുവേശുവിന്റെ സുവിശേഷം കേട്ടപ്പോൾ ക്രിസ്തുവേശുവിൽ ജീവിക്കേണ്ടത് ആവശ്യമാണെന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വന്നു. और देखिए, मसीह में जीने, मसीह को सुसमाचार सुनने के कारण हमें मसीह में एक अच्छा जीवन जीना है करके एक समझ हमारे जीवन के अंदर आया. നമ്മൾ മനസ്സിലാക്കി, ക്രിസ്തുവിൽ ജീവൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. हम समझ गए कि मसीह में जीवन है. അപ്പോൾ എൻ്റെ പാപങ്ങൾ കഴുകിക്കളയാതെ ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിക്കുവാൻ സാധിക്കത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. और हमने समझ में आ गया कि यीशु मसीह के बिना हम उस पाप पर विजय प्राप्त नहीं कर सकते. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഇനി എൻ്റെ ജീവിതത്തിൽ എന്നിൽ മാനസാന്തരമുണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഇനി പാപത്തിന് സ്ഥാനമില്ല എന്ന് മനസ്സിലായി. देखिए, इस बात से हमको समझ में आ गया कि हम लोगों को अब पाप के लिए हमारे जीवन के अंदर कोई स्थान नहीं है. ഞാൻ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു. ഇനി ഞാൻ പാപത്തിനായിട്ടല്ല ജീവിക്കേണ്ടത്, ഇനി ഞാൻ ക്രിസ്തുവിനായിട്ടാണ് ജീവിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനമെടുത്തു. एक बात हमको समझ में आ गया कि देखो, मैं अब पाप के लिए नहीं जीऊंगा, अब मैं मसीह के लिए जीऊंगा करके हमने विचार कर लिया. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. और इसलिए हमने विचार कर लिया कि मसीह हमारे लिए मरा, उठा. ഇനി ക്രിസ്തുവിന്റെ മരണത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണ്. और उसी मृत्यु को मैं अपने हृदय के अंदर ले रहा हूं. ക്രിസ്തു പാപമില്ലാതിരുന്നിട്ടും കൂടെ എനിക്കായി മരിച്ചു. ഒന്ന് വായിക്കാം, റോമാലേഖനം 6:10 വായിച്ചാട്ടെ. रोमियो किताब 6 अध्याय उसका 10 वाक्य को हम पढ़ेंगे. रोमियो 6 अध्याय उसका 10 वाक्य. क्योंकि वह जो मर गया तो पाप के लिए एक ही बार मर गया, परंतु जो जीवित है तो परमेश्वर के लिए जीवित है. ഞാൻ മനസ്സിലാക്കി, ഇനി ഞാൻ പാപസംബന്ധമായി മരിച്ചാലേ ദൈവസംബന്ധമായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. और देखिए, हमें हालेलुया, क्योंकि जो पाप में मर गया वो पाप में बार मर गया, परंतु जीवित है तो परमेश्वर के लिए जीवित है. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? പാപസംബന്ധമായി മരിക്കുവാൻ ഞാൻ ഒരു കൺഫഷൻ ദൈവസന്നിധിയിൽ ചെയ്യുകയാണ്. और ये पाप से संबंधित बात को, जो मृत्यु के लिए मैं अपने आप को प्रभु के सामने समर्पण कर रहा हूँ. അല്ലേ, ഞാൻ ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് ഒന്നും കൂടെ പറയാം. एक उदाहरण के रूप में आप लोगों से मैं बताना चाहूंगा. അല്ലേ, നമ്മളെ ഒരാള് ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. നമ്മുടെ പിതാവാകാം, സുഹൃത്തുക്കളാകാം, ആരുമാകാം. हमारे दोस्त हो, हमारा कोई भी हो, हमसे बहुत अधिक प्रेम करता है. അല്ലെ, നമ്മുടെ അമ്മമാരാകാം, അപ്പന്മാരാകാം, ആരുമാകാം. हमारे माता पिता कोई भी हो सकते हैं. അവര് നമ്മളോട് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി മരിക്കുവാനും തയ്യാറാ. और वो कह रहे हैं कि मैं तुम्हारे लिए मरने के लिए भी तैयार हूं. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാവോ നിന്നെ, അതുകൊണ്ടുണ്ടല്ലോ ഞാൻ നിനക്ക് വേണ്ടി മരിക്കുവാനും തയ്യാറാ. और कोई आपसे कह रहा है, देखो मैं तुझे इतना पसंद करता हूँ, मैं तुझसे इतना प्यार करता हूँ, इसलिए मैं तेरे लिए मरने के लिए भी तैयार हूँ करके बोल दिए. അപ്പൊ നിങ്ങൾ എന്ത് പറയും മറുപടി? तो आप लोग क्या बोलोगे उस समय? आपका उत्तर क्या होगा? प्रति प्रेम और बढ़ जाएगा. എന്താ പറഞ്ഞ? അവരെ കുറിച്ച് ഞങ്ങളുടെ സ്നേഹം കൂടിപ്പോവും, ഇനിയും കൂടിപ്പോവും. കാരണം അവർക്ക് കൂടിപ്പോയിട്ട് എന്ത് പറയും? അൾട്ടിമേറ്റ്ലി എന്ത് പറയും?
आपका प्रेम बढ़ गया तो उसके बाद आप क्या बोलोगे? हाँ, आप बोलोगे, क्या बोलेंगे उसके बाद? हाँ, मैं भी आपके लिए जान दे सकती हूँ, ऐसा बोलिए। ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു പറയും. ആ കണ്ടോ, ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ഇതാണ് നമ്മൾ സ്നാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതാ ഞാൻ और പറയുന്നത് ये മനസ്സിലാകുന്നുണ്ടോ? आपने बोला सही है कि हम भी उसी प्रकार से प्रभु यीशु मसीह के लिए हम मरते हैं। और जो बात प्रभु के दास बोल रहे हैं, आप लोगों को समझ में आ रहा है ना? यही है मसीह का प्रेम, यही है मसीह का प्रेम. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനോട് പറയുകയാണ്, ക്രിസ്തുവേ, നീ എനിക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായല്ലോ, നീ എന്നെ നിന്റെ ജീവൻ നൽകിയ സ്നേഹിച്ചല്ലോ, ദേ ഞാനും തയ്യാറാ നിനക്ക് വേണ്ടി മരിക്കുവാൻ. देखिए, आप हम भी बोलते हैं, प्रभु आपने मेरे लिए मरा, आपने मेरे लिए बलिदान को दिया, आपने मेरे से प्रेम किया, ले प्रभु मैं भी अपने आप को आपके लिए समर्पण करता हूँ, मैं भी अपने आप को बलिदान करता हूँ, मैं भी मरने के लिए तैयार हूँ. ആമേൻ. അതിനാണ് നമ്മൾ, അപ്പൊ കർത്താവ് പറയുവാണ്, നീ എനിക്ക് വേണ്ടി മരിക്കുകയൊന്നും വേണ്ട, പക്ഷേ നീ മരിപ്പിക്കേണ്ടത് എന്താണ്? നിന്റെ പാപത്തെയാണ് നീ മരിപ്പിക്കേണ്ടത്. लेकिन प्रभु कहते हैं कि हमें मरने की जरूरत नहीं है, केवल हमारे पापों को मारने की आवश्यकता है, उसको मरने നീ की आवश्यकता है. ഞാൻ എങ്ങനെ നിന്നെ സ്നേഹിച്ചുവോ അതുപോലെ നീ എന്നെ സ്നേഹിക്കണം. जैसा मैंने तुमसे स्नेह किया, प्रेम किया है, वैसा तुम भी मेरे से प्रेम करना है. ആമേൻ. അതുകൊണ്ട് നമ്മളൊരു പബ്ലിക് കൺഫഷൻ, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ പറയുക മാത്രമല്ല, നമ്മൾ തീരുമാനമെടുക്കുകയാണ്, ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം സ്നാനമെടുക്കുന്നത്. और देखिए, हम जब बपतिस्मा लेते हैं, मुंह से अंगीकार करते हैं कि मैं भी प्रभु में अरे मर के मैं अपने पापों को मार रहा हूं करके हम एक, है ना, बोलते हैं, कन्फेशन करते हैं. അപ്പം നമ്മൾ ആ തയ്യാറെടുപ്പ് ജീവിതത്തിൽ നടത്തുമ്പോൾ ദൈവത്തിന് നമ്മളോട് മനസ്സലിവ് തോന്നി നമ്മുടെ സകല പാപങ്ങളെയും കഴുകിക്കളയും. और देखिए, ये सब बातें सुनकर जब हम बोलते हैं, अंगीकार करते हैं, प्रभु को करुणा होता है, प्रभु दया करता है और हमारे हर एक पापों को वो हालेलुया क्षमा कर देता है. അതുകൊണ്ടാണ് നമ്മൾ സ്നാനക്കുളത്തിൽ നിന്ന് നാം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പഴയ മനുഷ്യനല്ല, മറിച്ച് എന്താണ്? ക്രിസ്തുവിന് വേണ്ടി മരിച്ച ഒരു പുതിയ മനുഷ്യനാണ്. इसलिए हम मसीह में जब बपतिस्मा लेते समय हम डूबते और बाहर निकलते हैं, हम डूबने के बाद पुराना मनुष्य नहीं, हम नया मनुष्य हो जाते हैं. ആമേൻ. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുവാണ്, ഒരാള് സ്നാനക്കുളത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ വരുവാന്ന് വിചാരിച്ചോ, സ്നാനപ്പെട്ട് എഴുന്നേറ്റ് വരികയാണ്. आप लोगों को फिर से मैं एक सवाल पूछ रहा हूँ कि अगर एक व्यक्ति पानी में डूब गया, एक तालाब में डूबा और बपतिस्मा लेकर बाहर निकलता है, അപ്പൊ അയാളോട് നമ്മൾ ചോദിക്കുവാണ്, ഇനി എന്താ പരിപാടി? സ്നാനപ്പെട്ടല്ലോ, ഇനി എന്തുവാ പരിപാടി എന്ന് ചോദിച്ചാൽ എന്ത് പറയും? अब हम पूछते हैं, वो बपतिस्मा लेकर बाहर निकला, अब क्या प्लान है, आप क्या करने वाले हो तुम करके हम पूछते हैं, क्या बोले? तो वो क्या बोलेगा? प्रभु के के लिए अनुसार दिए उनको गए मदद करने की लिए कोशिश मरेंगे. कर, वचन के अनुसार. നമ്മൾ പറയും, ഞാനിനി ക്രിസ്തുവിനായിട്ട് ജീവിക്കും. और हम बोलेंगे, मैं मसीह के लिए जीऊंगा. ഞാൻ ക്രിസ്തുവിൽ ഒരു പുതു സൃഷ്ടിയായിരിക്കുകയാ. എൻ്റെ സകല പാപങ്ങളും എൻ്റെ പിതാവ് എനിക്ക് മായ്ച്ചു നൽകി, എന്നെ വീണ്ടും പുത്രനും പുത്രിയുമായി സ്വീകരിച്ചു. ഞാനിപ്പോൾ ജീവനുള്ളവനാ, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ജീവനുള്ളവനാ. ഇനി ഞാനുണ്ടല്ലോ ക്രിസ്തുവിനായിട്ട് ജീവിക്കും. और हम कहेंगे कि मैं मसीह के लिए जीऊंगा, क्योंकि प्रभु मसीह ने मुझे उठाया है, मुझे जिलाया है, मेरे पापों को क्षमा किया है. ये सब बातें बोलकर मैं मसीह के लिए जीऊंगा, हम इस बात को बोलेंगे. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഇതാണ് കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. और यही है, हम कृपा के साथ हमारा उद्धार हुआ है करके हम बोलते हैं. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ പോവാണ്. ഈ രക്ഷ അപ്പം വിലയേറിയതാണോ വില കുറഞ്ഞതാണോ? तो आप लोगों को फिर से एक सवाल पूछने जा रहे हैं, तो ये जो उद्धार है, ये कीमती है कि इसकी कीमत है कि इसकी कीमत नहीं है? है, बहुमूल्य कीमत है, अनमोल है. ബഹുമൂല്യ कीमती है वो. ബഹുമൂല്യ ഹേ. നമ്മൾ പറയുകയാണ്,
എനിക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു, ഞാനും ക്രിസ്തുവിനോട് കൂടി മരിച്ചു. ഇത് ഇനി എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. और देखिए ये मेरे लिए कीमती है, मेरे लिए बहुत बहुमूल्य है। अब मैं इसको नष्ट होने नहीं देना चाहता हूँ। അവിടെയാണ് നമ്മുടെ സമർപ്പണം നടക്കുന്നത്. और वहां पे हमारा समर्पण होता है, നമ്മൾ അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, അല്ലേ? और इसलिए हमको अपने उस विषय को लेकर हमें अच्छे से प्रार्थना करना चाहिए। ആമേൻ. എന്തെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മളെ കൊണ്ട് പണിയുവാൻ സാധിക്കത്തില്ല. और कई बार हम अपने जीवन को हमसे ही हम तैयार नहीं कर सकते, മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും വചനത്താലുമാണ് ദൈവം നമ്മളെ പണിയുന്നത്. इसलिए लेकिन हम परमेश्वर के वचन के द्वारा, परमेश्वर के द्वारा हम अपने आप को तैयार करते हैं। ഞാനത് ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞേച്ച് ഞാൻ നിർത്താം. और एक उदाहरण देके मैं यहाँ पर समाप्त करूंगा। അല്ലേ? നമ്മുടെ കർത്താവായ യേശുനാഥൻ ആത്മാവും വചനവും നിറഞ്ഞ വ്യക്തിയായിരുന്നു. और देखिए परमेश्वर आत्मा और वचन से भरा हुआ व्यक्ति था यीशु मसीह, അല്ലെങ്കിൽ കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു. और कृपा और सत्य से भरा हुआ परमेश्वर था। കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു. കൃപയും വചനവും നിറഞ്ഞവനായിരുന്നു. कृपा और वचन से भरा हुआ था यीशु मसीह। ഇനി നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്തുവാ? और हम सबको लेकर परमेश्वर की इच्छा क्या है, പറയാവോ? कोई बता सकता है? ഒന്ന് ആത്മാവിലൊന്ന് ധ്യാനിച്ചിട്ട് പറയാവോ? आत्मा में थोड़ा ध्यान करके आप बता सकते हैं कि हम सबको लेकर परमेश्वर की क्या इच्छा है? परमेश्वर चाहता है कि हम अनंत जीवन में ले जाने के लिए। അനന്ത ജീവൻ. ഓക്കെ ഞാൻ ഈ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ പറഞ്ഞതനുസരിച്ചൊന്ന് പറയാവോ? ഒന്നും കൂടെ ഞാൻ പറയാം. കർത്താവായ യേശുനാഥൻ കൃപയുടെ ആത്മാവായ കൃപയാലും സത്യമാകുന്ന വചനത്താലും നിറഞ്ഞവനായിരുന്നു. तो यीशु കൃപയാലും मसीह, സത്യത്താലും നിറഞ്ഞവനായിരുന്നു. यीशु मसीह कृपा और सत्य से भरा हुआ था। ये बात आप लोग समझिएगा। അപ്പം ഇനി നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താ? तो हमको लेकर परमेश्वर की इच्छा क्या है, ये बात को समझ के आप लोग वही परमेश्वर की इच्छा यही है परमेश्वर कि की हम भी जैसी, उसके समान ऐसे ही बने। हाँ, हम भी उन्हीं के समान ആ, सच्चाई എങ്ങനെ? और सच्चाई से हमको भी मतलब പ്രൈസ് ദ ലോർഡ്. അതാണ് सच्चाई और ദൈവത്തിന്റെ ഹിതം. ഇനി നമ്മളെക്കുറിച്ചുള്ള ഹിതം എന്താണെന്ന് അറിയാവോ? നാമും ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായിരിക്കണം. देखिए हम भी इसी प्रकार से पवित्र आत्मा के द्वारा, सत्य से, हम लोग कृपा से हम लोग भी भरे हुए लोग होने चाहिए। ആമേ. അങ്ങനെയെങ്കിൽ നാമും അവനോടുകൂടെ വാഴും, നാമും അവനോടുകൂടെ ജീവിക്കും ദിവസവും. इसलिए हम भी उसके समान हम भी जिएंगे, उसके समान हम भी महिमा कर पाएंगे। നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. അതെവിടെയാ പറയുന്നതെന്ന് നമുക്കൊന്ന് വായിക്കാം. ये कहाँ लिखा है, हम जरा वचन को पढ़ेंगे। റോമാലേഖനം 5:17. रोमियो की किताब 5 अध्याय उसका 17 वाक्य को पढ़ेंगे। रोमियो की किताब 5। क्योंकि जब एक मनुष्य के अपराध के कारण मृत्यु ने उस एक ही के द्वारा राज्य किया, तो जो लोग अनुग्रह और धर्म रूपी वरदान बहुतायत से पाते हैं, वे एक मनुष्य के अर्थात यीशु मसीह के द्वारा अवश्य ही अनंत जीवन में राज्य करेंगे। കണ്ടോ ഇവിടെ പറയുന്നത് നോക്കിക്കേ. ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ എന്ന് വെച്ചാൽ പാപം മൂലം നമ്മുടെ ജീവിതം മരണം ഭരിച്ചുവെങ്കിൽ, क्योंकि जब एक मनुष्य अपराध के कारण मृत्यु से एक ही द्वारा राज्य किया, तो ക്രിസ്തുവേശു മുഖാന്തിരം കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി മൂലം നാം ക്രിസ്തുവേശുവിൻ്റെ ജീവനിൽ നാം അധികമായി വാഴും. और देखिए हम पढ़ते हैं, तो जो लोग अनुग्रह धर्मी रूपी वरदान बहुतायत से पाते हुए मनुष्य के अर्थात यीशु मसीह के द्वारा अवश्य ही अनंत जीवन में राज्य करेंगे। ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവസന്നിധിയിൽ ഇപ്പോൾ കൂടി വന്നേക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവവചനം ധ്യാനിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണ്? കൃപയുടെയും നീതിദാനത്തിൻ്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ.
और देखिए हमारे जीवन के अंदर हम इसलिए परमेश्वर के साथ राज्य करेंगे ताकि हमारे जीवन के अंदर अनुग्रह और धर्म रुपया हालेलुया हमारे जीवन के अंदर वो सत्य होना चाहिए അങ്ങനെ നമ്മൾ ക്രിസ്തുവിനോട് അനുരൂപരായിത്തീരും. और इसलिए हम उस मसीह के साथ एक हो जाएंगे. ആമേൻ. അപ്പൊ ക്രിസ്തുവിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ക്രിസ്തുവിൽ എന്തിന്റെ നിറവാണ് ഉണ്ടായിരുന്നത്? तो आप लोग बताइए मसीह के अंदर किस बात की भरपूरी थी, भरा हुआ था? मसीह किन बातों से भरा हुआ था? माँ से भरा प्रेम दया करुणा ഇപ്പൊ പറഞ്ഞത് प्रेम से അല്ല, अभी हमने അതൊക്കെ जो पढ़े, ശരിയാണ്. हमने ഇപ്പൊ अभी പറഞ്ഞത് जो അതൊക്കെ पढ़ा, ശരിയാണ്. दो बातें हमने देखा, वो क्या क्या है? दया, प्रेम, अनुग्रह, अनुग्रह और धर्म रूपी അത് ഇപ്പൊ പറഞ്ഞ എന്താണ്? वरदान കൃപ, अनुग्रह कृपा और കൃപയും अनुग्रह സത്യവും, കൃപയും വചനവും. सत्य कृपा और वचन है जो भरा हुआ है. കൃപ ഇപ്പൊ നമ്മൾ ധ്യാനിച്ച ഇത് പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ധ്യാനിച്ചത് കൃപയുടെയും വചനത്തിന്റെയും നിറവ് ക്രിസ്തുവിലുണ്ടായിരുന്നു. तो हमने जो अभी ध्यान किया, आपने जो बोला सब सही बात है, लेकिन अभी हमने जो ध्यान किया है वो मसीह के अंदर जो अनुग्रह और धर्म जो वचन है बहुत आज से हम उसके अंदर पाते हैं. നമ്മളെ ഓരോ ദിവസവും നമ്മളെ നടത്തുന്നത് ആ കൃപയുടെയും വചനത്തിന്റെയും ശക്തിയാണ്. देखो അല്ലെങ്കിൽ हम ശക്തി प्रतिदिन हमें उठाता है, चलाता है वो अलग कृपा, और वो जो कृपा है और वचन की जो ताकत है हमें चलाती है, അത് നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും. पाप से अलग करके रखेगा, അത് നമ്മളെ ലോകത്തിൽ നിന്ന് അകറ്റി നിർത്തും. हमें लोग से अलग करेगा, നമ്മളെ ജഡപ്രവർത്തികളിൽ നിന്ന് അകറ്റി നിർത്തും. हमें उन परंपराओं से अलग करेगा, ശത്രുവിനെ ജയിക്കുവാൻ കൃപ തരും. हमें शत्रु को जीतने के लिए जय देगा. ആമേൻ. आमीन आमीन അപ്പൊ ഇന്ന് നമ്മൾ ഇന്ന് എന്തൊക്കെ ധ്യാനിച്ചു? आज हमने क्या क्या ध्यान किए? 32वां आ- का ആദ്യം पास्टर जी എന്താ एक ആ बात यहाँ ആ पे पास्टर जी यहाँ एक बात है परमेश्वर जो बहुत दया सी का धनी कलीसिया में छोटे बच्चों को बपतिस्मा दिलाते छोटे तो वो सही है गलत है എങ്ങനെ ചോദിച്ചേ? छोटी बच्चे छोटे कितना कितना साल? हाँ वो 3 साल 4 साल के बच्चों को बपतिस्मा गलत है, दिलाते गलत है, गलत है, तो आप गलत उनको है. कैसे समझाएंगे कि आप ये गलत कर रहे हैं? परंपरा की बात आपने बोला तो ये परंपरा यहाँ चल रहा है. ആ, എങ്ങനെയാ പറഞ്ഞേ? ഈ ജഡപ്രവൃത്തി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ ജഡപ്രവൃത്തി ഇതും വരും. അപ്പൊ ഇവരെ എങ്ങനെ മനസ്സിലാക്കും? ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും ഇത് തെറ്റാന്ന്, ഈ ബപ്തിസ്മം തെറ്റാന്ന് കൊച്ചുങ്ങളുടെ? അത് വചനത്തിലാണ് നമ്മളെ പറയണത്. ക്രിസ്തുവേശുവിനെ നമ്മൾ റോമാലേഖനം വായിച്ചേ. റോമാലേഖനം 9-ാം അധ്യായം रोमी किताब 9 अध्याय അല്ല 10ന്റെ 10 का 10ന്റെ 9-ഉം 10-ഉം 9 और 10 को हम पढ़ते हैं. रोमी किताब 10 अध्याय उसका 9 और 10 को पढ़े. कि यदि तू अपने मुंह से यीशु को प्रभु जानकर अंगीकार करे और अपने मन में विश्वास करे कि परमेश्वर ने उसे मरे हुओं में से जिलाया तो तू निश्चय उद्धार पाएगा. അല്ലെ, നമുക്ക് ക്രിസ്തുവേശു നമുക്ക് വേണ്ടി മരിച്ചുവെന്നും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മറുവിലയായി തീർന്നുവെന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. താക്കത്ത് അല്ലെ, ഒരു കഴിവ്, ഒരു ബുദ്ധി നമുക്കുണ്ടാകണം. तो ये सब बातों के लिए हमारे अंदर एक बुद्धि होना चाहिए, एक है ना बात होनी चाहिए. അതായത് ക്രിസ്തുവേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും यीशु मसीह मेरे लिए मारा गया, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നുവെന്നും ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ എനിക്ക് പ്രാപ്തി ഉണ്ടാകണം. और ये जानना है कि मेरे लिए उसने मरा और मुझे छुड़ाया करके एक विश्वास हमारे अंदर होना चाहिए. കുഞ്ഞു കുട്ടികൾക്കത് അതിൽ ഇല്ല. അവർ കുറച്ചും കൂടെ അവർ വചനം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. और देखो ये छोटे बच्चों के लिए नहीं है, क्योंकि छोटे बच्चे ये बात को नहीं समझते. जब तक ये बात नहीं समझेंगे उनके लिए सही नहीं है. അവിടെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുവോ സ്നാനം? ഇവിടെ ഉണ്ട്, നിങ്ങൾ കൊടുക്കുവോ? ഞങ്ങൾ കൊടുക്കില്ല. അതാ ചോദിച്ചാ. मेथोडिस्ट आरसी एक मेरे को बुलाया था, मैं गई तो वहां पर मैंने बोला कि आप गलत करते हैं, तो बोलते नहीं आप गलत शिक्षा दे रहे बोलती. എങ്ങനെയാ പറഞ്ഞേ? ഒരു പ്രാവശ്യം ആന്റി പോയിട്ട് പറഞ്ഞു,
വിളിച്ചു പോയപ്പോ പറഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യുന്ന തെറ്റാണ്. അവർ പറഞ്ഞു ആ നിങ്ങൾ തെറ്റ് ശിക്ഷയാണ് പറയുന്നത്. ആന്റിയോട് പറഞ്ഞു. ആ അപ്പൊ അത് അവർക്ക് വചനം കാണിച്ചു കൊടുക്കണം. तो उनको वचन को दिखाना है. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് തരണം. और देखो पवित्र आत्मा के द्वारा जो मसीह शिक्षा है वो समझ हमारे अंदर होना चाहिए, उनको देना भी है. കുഞ്ഞുങ്ങളെ കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, ദൈവരാജ്യം കുഞ്ഞുങ്ങളെ കർത്താവ് അല്ലാതെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. സ്നാനം കൂടാതെ തന്നെ കുഞ്ഞുങ്ങളെ കർത്താവ് സ്വീകരിക്കുന്നതാണ്. और देखो क्योंकि बिना बपतिस्मा के ही यीशु मसीह ने बच्चों को स्वर्ग राज्य में स्वीकार किया है. അതുകൊണ്ടാണ് അവരെ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ തടയരുതെന്ന് കർത്താവ് പറയുന്നത്. इसलिए वचन में लिखा है बच्चों को मेरे पास आने से मत रखो करके लिखा है. ആമേൻ. പക്ഷെ നമുക്ക് ക്രിസ്തീയ ജീവിതം ജീവിക്കണ്ടേ? ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. देखो मसीह हमारे जीवन में हमें राज्य करना है, तो बिना मसीह के हम समझे नहीं हो सकता है. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് വചനം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. इसलिए वचन को हमें समझा के देना है. അനേക വചനങ്ങളുണ്ട്, നമുക്കത് പല സമയമെടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. और देखिए कई वचन हैं इस विषय को लेकर, हम उसको समय निकाल कर हमें चिंतन करना चाहिए. ഇപ്പൊ പറയണോ അതോ എങ്ങനെയാ? മറ്റൊരു ദിവസം മതിയോ? ഇതിനു വേണ്ടി ഒരു ക്ലാസ് എടുക്ക്, സ്നാനത്തെ കുറിച്ച്. സ്നാനത്തെ കുറിച്ച് ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പൊ അതെന്നാ വേണ്ടതെന്ന് പറഞ്ഞാ മതിയേ. അടുത്ത ബുധനാഴ്ച. അടുത്ത ബുധനാഴ്ച. അടുത്ത ബുധനാഴ്ചയോ? ഓക്കെ, ഈ സെയിം ക്ലാസ് അല്ലേ? ഓക്കെ. മനസ്സിലാവുമല്ലോ, ഇപ്പൊ സൗദി ആയി അകല, നമുക്ക് അടുത്ത ബുധനാഴ്ച എടുക്കാം. പറഞ്ഞേക്ക് ഹിന്ദിയിലെ. देखिए हम बोल रहे हैं कि अगले हफ्ते बपतिस्मा के विषय में एक क्लास को लेंगे, तो अगले बुधवार को लेने के लिए ऐसा विचार कर रहे हैं. ठीक है, आप सब लोग को समझने के लिए. जरूरी भी है, जरूरी है बपतिस्मा. अच्छा, ओके, നമുക്ക് എടുക്കാം. പ്രൈസ് ദി ലോർഡ്. हम लेंगे. ठीक है, अगले बुधवार को बपतिस्मा के विषय के ऊपर क्लास. ഓക്കെ, അപ്പം നമ്മൾ ഈ ആഴ്ച നമ്മൾ ധ്യാനിച്ചത് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. तो इस हफ्ते हमने ध्यान किया परमेश्वर के प्रेम के विषय को हमने ध्यान किया. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളത്തിൽ നിറയപ്പെടണം. परमेश्वर का प्रेम हमारे हृदय के अंदर बसना है. ആമേൻ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്കറിയാം, പക്ഷെ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് വേണം, നമുക്കൊരു ദാഹം വേണം. देखिए इस प्रेम के प्रति हमारे जीवन के अंदर उसको समझने के लिए हमारे जीवन के अंदर दाह होना चाहिए, प्यास होनी चाहिए. ആമേൻ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. इसलिए हमें प्रार्थना करना है, रोज प्रार्थना करना है. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിച്ചു, നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. और देखिए हमने ध्यान किया, हमने करुणा के द्वारा हमारा उद्धार हुआ है. നമ്മൾ പിതാവിൽ നിന്ന് യേശുക്രിസ്തുവിലൂടെ കൃപയും കരുണയും പ്രാപിച്ചു. और मसीह से हमने कृपा और करुणा दोनों प्राप्त किया. ആമേൻ. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു എന്തുവാണ്? ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവേശുവിന്റെ നിറവ്, കൃപയുടെയും സത്യത്തിന്റെയും നിറവ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. और तीसरी बात हमने ध्यान किया है कि मसीह का जो करुणा है और जो सत्यता है वो हमारे अंदर भी बहुत ऐसे हमारे जीवन के अंदर भी होना चाहिए. ആമേൻ. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നാമും ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. देखो यीशु मसीह हमारे लिए मरा, तो हम भी मसीह के लिए मरने के लिए हमें भी बुलाया गया है. മരിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി സമർപ്പണമായിട്ട് ജീവിക്കുക. देखो मरना केवल नहीं, लेकिन संपूर्णता के साथ हमें उसके साथ जीना है. ആമേൻ. ഹല്ലേലൂയ. എന്തെന്നാൽ അവൻ നമ്മളെ മക്കളായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. और उसने हमें अपने संतान के रूप में हमें नियुक्त करके रखा है. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ആഴ്ച ഒരിക്കൽ കൂടി നമ്മൾ ബാപ്റ്റിസ്മം അല്ലെ, നമ്മൾ സ്നാനത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കൽ കൂടി ക്ലാസ് എടുക്കും. और एक बार हम फिर से बपतिस्मा के विषय में हम लोग ध्यान करेंगे अगले हफ्ते. ആമേൻ. അപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. हम एक बार प्रार्थना करेंगे. प्रार्थना करें. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. സർവശക്തനും നിത്യനുമായ സർവേശ്വര കർത്താവേ,
ദൈവമേ അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്ന കർത്താവേ, ദൈവമേ നിൻ്റെ മക്കളെ അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ അവർക്ക് ആ വചനം ദാഹത്തെ നീ നൽകിയിരിക്കുന്നുല്ലോ അപ്പച്ചാ, സ്തോത്രം. ദൈവമേ അവരുടെ സകല ആവശ്യങ്ങളുടെ മേലും കർത്താവേ അവിടുന്ന് ജഹോവ ജായറയായിരിക്കണം കർത്താവേ. അവരെല്ലാവരും വചനത്തിൽ ഉറച്ചു നിൽക്കും കർത്താവേ. അവിടുന്ന് കൃപ തരുമാറാകും. അവിടുത്തെ കൃപ അത്യധികമായി പകരണം കർത്താവേ. ആരും ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുകയോ നിരാശപ്പെടുകയോ ഹാളേലൂയ ഒന്നിനെക്കുറിച്ചും കർത്താവേ ഹാളേലൂയ, മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സന്തോഷത്തിലും ഓരോ ദിവസം ബലപ്പെട്ട് ജീവിക്കുവാൻ അത്യധികമായ കൃപ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കണം. നിന്റെ രോഗസൗഖ്യത്തെ അവിടുന്ന് കൽപ്പിക്കണം. അവിടുത്തെ സമാധാനത്തെ അവിടുന്ന് കൊടുക്കണം. നിന്റെ ദൈവിക കൃപകളാൽ അവിടുന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യത്തിന് മറയെ ഞങ്ങളെ മറച്ചുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ ശാലോം പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകന് കർത്താവെ ശുശ്രൂഷിക്കുവാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവിടുന്ന് കൃപ നൽകിയല്ലോ, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ലീഡ് ചെയ്ത ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഹാളിൽ കൽപ്പന സിസ്റ്ററെ ഓർക്കുന്നു, അതുപോലെ സംഗീതാജി ഓർക്കുന്നു. എല്ലാ കടന്നു വന്നവരെയും ഹാളേലൂയ സ്തോത്രം. ഗുണറാം കർത്താവെ കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പകർന്നാട്ടെ, അവിടുന്ന് സഹായിച്ചാട്ടെ. ജോസഫ് ജോൺ പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ബലപ്പെടുത്തിയാട്ടെ, ശക്തീകരിച്ചാട്ടെ, കുടുംബമായിട്ട് അനുഗ്രഹിച്ചാട്ടെ, ശുശ്രൂഷകളെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം വാഴ്ത്തപ്പെടണം. അടിയനെയും കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു. തിരുനാമത്തിൽ ആശ്രയിക്കുന്നു. സകല മാനവും മഹത്വ പിതാവെ അവിടത്തേക്ക് നേരുന്നു. സകല പുകഴ്ചയും കർത്താവെ അവിടത്തേക്ക് നേരുന്നു. സകലതും അവിടത്തേക്ക് വേണ്ടി കർത്താവെ ജീവൻ വെടിഞ്ഞവനായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തെ യാചിക്കുന്നു. കൃപ തോന്നി ദയ തോന്നി കേൾക്കുമാറാകണം. സ്വർഗീയ പിതാവേ, ആമേൻ ആമേൻ. സ്തോത്രം. आमीन। सबको